ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യായം 16 ശ്ലോകം 8 ഭാഗം. ശ്രീ ഗുരുവായൂരപ്പ അവതാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇപ്പം നമ്മൾ 10ാമത്തെ അവതാരം വരെ പറഞ്ഞു. മത്സ്യരൂപമായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. ഇനി 16ാമത്തെ ശ്ലോകത്തിൽ 11ാമത്തെ അവതാരം പറയണു. ക്രമത്തിലല്ല, അവതാരം നമ്പർ 2 11 അത്രയേ ഉള്ളൂ. സുരാസുരാണാമുദധിം മത്മതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭു. പാലാഴിമഥനം കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇനി പറയണത്. ഉദധിം സമുദ്രത്തെ, മഥ്നതാം മഥനം ചെയ്യുക, പാലാഴി കടയുന്നതിനാണ് ഉദ്ദേശിച്ചത്. അസുരാണാം സുരന്മാരും അസുരന്മാരും അവരുടെ രണ്ടുപേരുടെയും ശ്രമഫലമായിട്ട് മന്ദരാചലം പർവ്വതത്തെ കടകോലാക്കിയിട്ട് ഏകാദശേ 11ാമത്തേതിൽ വിഭുഹു ഭഗവാൻ കമഠരൂപേണ ആമയായിട്ട് പൃഷ്ഠത്തിൽ പുറത്ത് ദധ്രേ ധരിച്ചു. പൃഷ്ഠേ, അപ്പോൾ അവിടെ പൃഷ്ഠ ഏകാദശി വിഭു എന്നാണ്. പൃഷ്ഠ എന്ന് വെച്ചാൽ അത് അന്വയിക്കുമ്പോൾ അല്ലെങ്കിൽ മുറിക്കുമ്പോൾ പൃഷ്ഠത്തിൽ പുറത്ത് എന്നർത്ഥം. അപ്പോൾ പുറത്ത് ധരിച്ചു. എന്തിനെ ധരിച്ചു? കടകോലിനെ, മന്ദരം എന്നുള്ള പർവ്വതത്തിനെ ധരിച്ചു. അസുരാണാം സുരന്മാരും അസുരന്മാരും അവരുടെ എന്നാണ്. അപ്പോൾ അവരുടെ കടയലിനെ, പാലാഴി മഥനാകുന്ന ആ കടയലിനെ ഉദധിം, എന്താ കടഞ്ഞത്? കടലാണ് കടന്നത്. അവിടെ പാലാഴി ആണ് കടന്നത്. അപ്പോൾ അവിടെ കടലെന്നേ പറഞ്ഞുള്ളൂ. അതിന് അക്ഷരങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും വാക്കുകൾ ഒഴിവാക്കണം. 32 അക്ഷരമല്ലേ പാടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട്ടിച്ചേർക്കുക. സുരന്മാരും അസുരന്മാരും ഉദധിയെ, ഈ കടലിനെ, പാൽക്കടലിനെ, വൈകുണ്ഠനാഥൻ ഇരിക്കുന്നതായിട്ടുള്ള സ്ഥലത്തെ പാൽക്കടൽ ആണ്. മണിദ്വീപത്തിലാണെന്ന് വെച്ചാൽ അവിടെ മധുവാണ്, തേനാണ്. ശിവൻ ആണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ മഞ്ഞാണ്. ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ മഥനതാം, നന്നായിട്ട് മഥനം ചെയ്യാണ്. മന്ദരാചലം, ഇവിടെ കടകോലായിട്ട് മന്ദരാചലമാണ്. ആ മന്ദരാചലം ഈ താണുപോയി. ആ സമയത്ത് ഇവിടെ അടിയിൽ ആധാരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് താണുപോയി. ദധ്രേ, അത് ധരിച്ചു. ഈ മന്ദരപർവ്വതത്തെ എടുത്തു ഭഗവാൻ, ധരിച്ചു, സ്വീകരിച്ചു. കമഠരൂപേണ, ആമയുടെ രൂപത്തിൽ. ആമ എന്ന് പറഞ്ഞാൽ ഒരു പുറന്തോട് കട്ടിയായിട്ടുള്ളൊരു ഭാവമുണ്ട് ആമയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്താലും, ഹാമറിങ് നടത്തിയാലും അതിന് പ്രത്യേകിച്ച് വേദനിക്കൊന്നുമില്ല. അങ്ങനെയുള്ള കമഠ രൂപമായിട്ട് കടലാമ, ആ രൂപത്തിൽ പൃഷ്ഠ, അതിൻ്റെ ഈ ആമയുടെ പുറന്തോട്ടിൽ, പുറത്ത് പൃഷ്ഠത്തിൽ പുറത്ത് ഏകാദശി 11ാമത്തേതായിട്ടുള്ള അവതാരം വിഭു ചെയ്തു, ഭഗവാൻ ചെയ്തു. ഭഗവാൻ, വിഭു പ്രഭു, വിഭാവനം ചെയ്തയാൾ വിഭു, വിഭാവനം ചെയ്യുന്നയാൾ. ഭാവന ചെയ്യുക, വിഭാവനം ചെയ്യുക, വിന്യസിക്കുക. പ്രഭു എന്ന് പറയുമ്പോൾ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്, കൊടുക്കുകയും ചെയ്യും. പ്രഭു ആകുമ്പോൾ ഉടമസ്ഥൻ മാത്രമല്ല, ധാരാളം കയ്യിലുണ്ട്, അത് ദാനം ചെയ്യുകയും ചെയ്യും. അതുള്ള ഭാവമാണ് പ്രഭു. പ്രഭുവും വിഭുവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, ഭഗവാൻ ഇന്ന രീതിയിൽ വേണമെന്ന് നിശ്ചയിച്ചു, അതിനെ വിന്യസിച്ചു, അത് വിഭു. പ്രഭു എന്നുള്ളത് ഇതിൻ്റെ ഉടമസ്ഥനാണ്. അത് വെറുതെ ഉടമസ്ഥനായിട്ടിരിക്കുകയല്ല, പിസ്കനല്ല, ഇഷ്ടം പോലെ തരും. ഭക്തി ഒഴിച്ച് ബാക്കി എന്തായാലും ഭഗവാൻ തരും. അങ്ങനെയുള്ള ആ ഹരിനാരായണൻ്റെ 11ാമത്തെ അവതാരമാണ് ഈ കൂർമ്മരൂപം. അസുരാണാം ഉദധിം മഥ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭു. സുരാസുരാണാം ഉദധിം മഥ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭു. താനന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായൽ സുരാൻ അന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രീയാം.
പാലാഴിമഥനത്തിന് അമൃതകീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ദേവന്മാർക്ക് അർഹതപ്പെട്ടതാണെങ്കിലും അസുരന്മാരുടെ ബലവീര്യം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ധന്വന്തരി മൂർത്തിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അതിനെ നേടാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീവേഷം ധരിച്ചു. അതിനെയാണ് ഇവിടെ പറയണത് ദ്വാദശമം 12ാമത്തെ ധാന്വന്തരം, ധന്വന്തരി മൂർത്തിയായിട്ട്. ആയുർവേദ പ്രവർത്തക ധന്വന്തരി. അപ്പോൾ ധന്വന്തരിയായിട്ട് മോഹിന്യ സ്ത്രീയ, ധന്വന്തരിയായിട്ട് ആയുർവേദ പ്രവർത്തകനായിട്ട് ലോക വൈദ്യനാഥനായിട്ട് ഭഗവാൻ വന്നു. അമൃതം കൊണ്ടാണ് വന്നത്. ആ അമൃതന് സുരക്ഷ ദേവന്മാരാൽ തരായില്ല. അസുരന്മാർ കട്ടെടുത്തു. അവർക്ക് അർഹത ഇല്ല ഇനി. അപ്പം അതുകൊണ്ട് മോഹിന്യ സ്ത്രീയ, മോഹിനി എന്ന് പേരായിട്ടുള്ള ഒരു സ്ത്രീരൂപത്തെ ധരിച്ചു ഭഗവാൻ. അന്യാൻ, അന്യര്, ദേവന്മാരല്ലാത്തവരെ എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ അന്യാൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് അർഹതയില്ലാത്തവരെ എന്നാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ അസുരന്മാരാണ്. അസുരന്മാരെ മോഹിപ്പിച്ചു. എങ്ങനെ മോഹിപ്പിച്ചു? ശരീരത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട്, സ്ത്രീ വേഷമായതുകൊണ്ട് അസുരന്മാർക്ക് കാമവികാരത്തെ ഉണ്ടാക്കി. അപ്പോൾ അതിനാണ് കൂടുതൽ പ്രാബല്യം. ഈ അമൃത് അത്ര സാരമുണ്ടാവില്ല. അതിനേക്കാൾ കൂടുതൽ കാമം അങ്ങനെയാണ്. അങ്ങനെ മോഹിപ്പിച്ചു. എന്നിട്ടോ സുരാൻ ഈ ദേവന്മാരെ അപായത് കുടിപ്പിച്ചു. ദേവന്മാരെ അമൃത് പാനം ചെയ്യിച്ചു. ത്രയോദശമം ഏവ ച, 13ാമത്തെ അവതാരം. ഇപ്പോൾ ഇവിടെ ധന്വന്തരി പ്രത്യേകം പറഞ്ഞില്ല, മോഹിനി പ്രത്യേകം പറയുകയും ചെയ്തു. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമം ഏവ ച അപായത് സുരാൻ അന്യാൻ മോഹിന്യ മോഹയൻ സ്ത്രീയ. പാലാഴിമഥനത്തിൽ അജിതനായിട്ട് ആണ് ഭഗവാന്റെ അംശാവതാരം. അപ്പോൾ വലിയ രൂപം, വിരാട് രൂപത്തിലാണ് ഭഗവാൻ. 500 കൈകളായിട്ട് അങ്ങനെ 1000 കൈകളെ കൊണ്ട് കടഞ്ഞു എന്നാണ്. അപ്പോൾ അജിതാവതാരം. അതിന് ശേഷമാണ് ഈ കൂർമ്മരൂപിയായിട്ട് ഭഗവാൻ വന്നത്. അതിനുശേഷമാണ് മോഹിനിയായിട്ട് വന്നത്. അപ്പോൾ സ്വതേ ഒരു 3 അവതാരം അവിടെ നേരിട്ടുണ്ട്. ധാന്വന്തരം, ധന്വന്തരി എന്ന പേരായിട്ടുള്ള ഭഗവാൻ ഈ ലോക വൈദ്യനായിട്ട് ദ്വാദശമം 12ാമത്തേതായിട്ടുള്ള അവതാരത്തെ സ്വീകരിച്ചു. ത്രയോദശമം ഏവ 13ാമത്തേതായിട്ട് അതും എന്നർത്ഥം. 13ാമത്തെ അവതാരമായിട്ടും അപായത് കുടിപ്പിച്ചു. അപായത് സുരന്മാരെ ദേവന്മാരെ, അന്യാൻ മറ്റുള്ളവരെ, സുരന്മാരെ കുടിപ്പിച്ചു. മറ്റുള്ളവരെ മോഹിനി എന്ന സ്ത്രീയായിട്ട്, മോഹിനി എന്നുള്ള സ്ത്രീയായിട്ട് മോഹിപ്പിക്കുകയും ചെയ്തു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ സുരന്മാരെ കുടിപ്പിച്ചു, അമൃതാണ് കുടിപ്പിച്ചത്. അസുരന്മാരെ മോഹിപ്പിക്കുകയും ചെയ്തു. അവർക്ക് സ്ത്രീയിൽ കാമത്തെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്ത്രീയിൽ പണ്ടും കാമമുണ്ട്. ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടപ്പോൾ കൂടുതൽ കാമം. അപ്പോൾ നമ്മളെ ഒരു പഠിപ്പിക്കലാണ് സത്യം പറഞ്ഞാൽ അത്. അതായത് അമൃത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മരിക്കണ്ട, അത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഏത് സ്ത്രീയെ കണ്ടാലും നമുക്കത് ധൈര്യമായിട്ട് നേടാം. അതിനാ വിശേഷ ബുദ്ധി ഉണ്ടായില്ല. അത് ഭഗവാൻ മറച്ചു. അപ്പോൾ കണ്ട സ്ത്രീയെ പിടിക്കാൻ നോക്കി, ഈ അമൃതിനെ വിട്ടു. നോക്കണേ, അല്ല ഭഗവാന്റെ അടുത്ത് ഇതൊന്നും ചിലവാവില്ല പറയാ. നമ്മളങ്ങനെ ആവരുത് എന്ന്. ഭഗവാൻ നമ്മളെ അങ്ങനെ പരീക്ഷിക്കണ്ടാവില്ല. കാരണം നമുക്ക് അമൃതം വേണം, സ്ത്രീയും വേണം എന്നേ നമ്മൾ പറയാനുള്ളൂ. അവസരന്മാരും അതിനെയാണ് പറഞ്ഞത്. അങ്ങ് ഞങ്ങൾക്ക് അമൃതം വിളമ്പി തരൂ, ഞങ്ങൾ കുടിക്കട്ടെ, എന്നിട്ട് അങ്ങയെ കല്യാണം കഴിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞതേ. അപ്പോൾ ശരി എന്ന് പറഞ്ഞു, കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ടാണ് രണ്ടുപേർക്കും ഇരുത്തിയതിൻ്റെ ശേഷം വിളമ്പി കൊടുത്തത്. ഒരാൾക്കേ കൊടുത്തുള്ളൂ, മറ്റാൾക്ക് കാണില്ലല്ലോ, കണ്ണടച്ചിട്ടല്ലേ. അപ്പോൾ ശബ്ദം ഉണ്ടായുള്ളൂ. ഒരാൾ സൂക്ഷിച്ചു നോക്കി,
സൂക്ഷിച്ച് വെച്ചാൽ ഒളിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അയാൾ സൂര്യേന്ദ്രന്മാരുടെ അടുത്ത് വന്നിരുന്നിട്ട് ഒളമ്പി അമൃത അപ്പം ഈ കുടുക്കുറുത്തൊന്നും ചെയ്യാതെ കണ്ട് അങ്ങോട്ട് കഴിക്കുകയും ചെയ്തു. ആ അസുരനെ വധിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ മുക്തി കൊടുത്തില്ല. അമൃത് കഴിച്ചപ്പോൾ രാഹു കേതുക്കളായിട്ട് മാറി എന്നാണ്. രാഹു തലയും കേതുക്കൾ മറ്റേ കൊടല് ഭാഗവും ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ പല്ല് കൊണ്ടപ്പോൾ എങ്ങനെയായി എന്നാണ്. 100 കണക്കിന് കേതുക്കളായി എന്നാണ്. ഏതായാലും ആ ഒരു കഥ വലിയൊരു കഥയാണ്. സ്വർഭാനു എന്നു പേരായിട്ട് അദ്ദേഹത്തിൻ്റെ ആ അസുരനാണ് ഇങ്ങനെ രാഹുകേതുക്കളായത്. എപ്പോഴാ ഈ തല തിരിയാന്ന് ശല്യ അതാണ് ധാനന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായൽ സുരാൻ അന്യാൻ മോഹിന്യ മോഹൻ സ്ത്രീയാം. 18ാമത്തെ ശ്ലോകം. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസ്യേരകാം കടകൃദ്യഥാം. 18ാമത്തെ ശ്ലോകം. ചതുർദശം 14ാമത്. നരസിംഹം അല്ലെങ്കിൽ നാരസിംഹം, നരസിംഹരൂപത്തെ ബിഭ്രത് സ്വീകരിച്ചു, ധരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഭരിച്ചു. ഊർജിതം അതിബലവത്ത മഹാബലവാനായിട്ടുള്ള ദൈത്യേന്ദ്രം ആ ഹിരണ്യകശിപുവിനെ വക്ഷസി മാറിടത്തിൽ കരജൈഹി കരത്തിൽ നിന്നും ഉണ്ടായത്. കരം എന്നുള്ളത് കയ്യ്, കരത്തിൽ നിന്നും ജന്യമായത് എന്താ? നഖമാണ്. അപ്പോൾ കരജൈഹി നഖങ്ങളെ കൊണ്ട് കടകൃത് പായ ഉണ്ടാക്കുന്നത് പോലെ, പായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ചില പ്രവൃത്തിയൊക്കെ ചെയ്യും. ഈ ഓല കൊണ്ടുവന്നിട്ട് കീറും കൃത്യമായിട്ട്. എന്ന കൂട്ടത്തിൽ ഏരകാം യഥ ഏരകപ്പുല്ലുകൊണ്ട് പായ ഉണ്ടാക്കുക. പുൽപ്പായ ഉണ്ടാക്കാനുള്ള പുല്ല് വേറെ ഉണ്ട്, മെത്തപ്പായ ഉണ്ടാക്കാനുള്ള പുല്ല് വേറെ ഉണ്ട്, കൈതോല കൊണ്ട് ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഇത് ഏരകപ്പുല്ലുകൊണ്ടാണ്. അപ്പോൾ ഏരകപ്പുല്ല് എങ്ങനെയാണോ ഈ പായ ഉണ്ടാക്കുന്ന ആൾ കീറുന്നത്, അതേപോലെ നഖങ്ങളെ കൊണ്ട് മാറ് കീറി എന്നാണ്. ദദാര കീറി. ചതുർദശം 14ാമത്തെ അവതാരം നാരസിംഹമായിട്ട്. തല സിംഹത്തിൻ്റെ, ഉടല് മനുഷ്യൻ്റെ. ബിഭ്രത് ഭരിച്ചു, ശരീരമെടുത്തു, അവതാരമെടുത്തു. ദൈത്യന്മാരുടെ നേതാവ് എന്നർത്ഥമാണ് ഇന്ദ്രൻ, ഭരിക്കുന്നയാൾ, ദൈത്യന്മാരുടെ ഇന്ദ്രൻ. ഊർജിതം ഏറ്റവും ബലം ഉള്ള ഹിരണ്യകശിപുവിൻ്റെ ബലം പിന്നെ മറ്റൊരാക്ഷസന് ആർക്കും ഇല്ല എന്നാണ് പറയുക. ഹിരണ്യകശിപുവിൻ്റെ അത്രയും തപസ്സിൻ്റെ ഫലം ആർക്കുമില്ല, തപസ്സിൻ്റെ ബലം ആർക്കുമില്ല, ഹിരണ്യകശിപുവിൻ്റെ അത്ര ആയുസ് ആർക്കുമില്ല. അങ്ങനെ അനവധിയുണ്ട്. രാവണനൊക്കെ എത്രയോ താഴെയാണ്. വലിപ്പം കൊണ്ട് കൃതയുഗത്തിലാണ് ഇനി, ആദ്യത്തെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മധുകേടവന്മാരെയൊക്കെ വലുതായിട്ട് പറയാറുണ്ട്. അതൊന്നും ഒരു കണക്കല്ലാന്നാ, അതിനേക്കാട്ടിൽ എത്രയോ കൂടുതൽ വലുതാണ്. ഈ ഹിരണ്യാക്ഷൻ്റെ ഞെരിയാണിയുടെ താഴെ ഉള്ളു കടലിൻ്റെ ഏറ്റവും താഴെയുള്ള ഏറ്റവും ആഴമുള്ള ആ ഭാഗം, അങ്ങനെയാണ് പറയുക. അപ്പം അത്രയും വലിപ്പമുണ്ട്. ഇത് ഭൂമിയൊക്കെ ഒരു കടുകുമണി പോലെ എന്നില്ലേ, അത് അനന്തനെ പറയുന്ന പോലെ തന്നെയാണ്, അത്ര നിസ്സാര. അപ്പോൾ ഏതായാലും ഈ ബിഭ്രത് ദൈത്യ ഇന്ദ്രമൂർജിതം, അത്രയും വലിയതായിട്ടുള്ള ബലവാനായിട്ടുള്ള ഈ ദൈത്യന്മാരുടെ അസുരന്മാരുടെ നേതാവായിട്ടുള്ള രാജാവായിട്ടുള്ള ഇന്ദ്രനായിട്ടുള്ള അദ്ദേഹത്തെ ദദാര കീറി. എങ്ങനെയാണ് കീറിയത്? വക്ഷസിലാണ് കീറിയത്. കടകൃത് ദദാര കരജൈഹി, ദദാര കീറി. എന്തുകൊണ്ട്? നഖം കൊണ്ട് കീറി. വക്ഷസി മാറിലാണ് ഈ നഖം ഇറക്കിയിട്ട് അങ്ങോട്ട് കീറിയത്. ഏരകപ്പുല്ല് പോലെ. കടകൃത് യഥാ പായ ഉണ്ടാക്കണ, പരമ്പുണ്ടാക്കണ, പായ ഉണ്ടാക്കണ, കൊട്ട ഉണ്ടാക്കണ, അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പുല്ല് കീറും. നഖം കൊണ്ടാണ് കീറിയുള്ളൂ, അത്ര വേദനിക്കൊന്നുമില്ല. അപ്പം അങ്ങനെ കീറി എന്ന് അത്ര നിസ്സാരമായിട്ട് എന്നുള്ളതാണ്. ഒരു പുല്ലെടുത്തിട്ട് ചീന്തന പോലെയാണ് ഈ അതിഗംഭീരനായിട്ടുള്ള ഈ
ഹിരണ്യകശിപുവിനെ നരസിംഹമായിട്ട് വന്ന ഭഗവാൻ തൻ്റെ നഖങ്ങളെ കൊണ്ട് കയ്യിലെ നഖങ്ങളെ കൊണ്ട് നിസ്സാരമായിട്ട് മാറ് അങ്ങോട്ട് പിളർന്നത് അങ്ങോട്ട് ഇറക്കി ആദ്യം നഖം, പിന്നെ അങ്ങോട്ട് വലിച്ചു അങ്ങോട്ടും കൂടെ. അപ്പോൾ ആ എല്ലുകളൊക്കെ കടയച്ചുകൊണ്ട് പൊട്ടി. അപ്പോൾ അവിടെ നല്ലൊരു പാത്രം പോലെയായി. അപ്പോൾ അതിലേക്ക് ചോര അങ്ങനെ ഇരച്ചു വന്നു എന്നാണ്. അത് മുഴുവൻ ഭഗവാൻ കോരി കുടിച്ചു 2 കൈ കൊണ്ടും. പായം എന്നാണ് നാരായണീയം. ഉദൈഹി വീണ്ടും ആ ചോര അങ്ങനെ വീണ്ടും കുടിച്ചു അത്രേ ധാരാളമായിട്ട്. മാത്രമല്ല മാല പോലെ അങ്ങ് എടുത്തു ഈ കുടൽ. ഹിരണ്യകശിപുവിൻ്റെ കുടൽ ഉള്ളിൽ വലിച്ചപ്പോൾ കിലോമീറ്ററോളം നീളമുണ്ടായി. അത് അങ്ങനെ എടുത്തിട്ട് ഭഗവാന്റെ തൃക്കഴുത്തിൽ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഒരു മാല പോലെ ചുവന്ന രക്തമാല, അല്ലെങ്കിൽ നരസിംഹമൂർത്തിക്ക് രക്തമാണ്, ചുവന്ന നിറ, രജോ ഗുണത്തിലാണ് വന്നിരിക്കണത്. അപ്പോൾ നല്ല ചുവന്ന കണ്ണോട് കൂടിയിട്ട് അങ്ങനെയൊക്കെയാണ്. ചുവന്ന നാവ്, ചുവന്ന മാലയായി. രക്തം അങ്ങനെ കുടിച്ചപ്പോൾ അവിടെ മുഴുവൻ ചുവന്നു. താടിയും ആ പ്രദേശം മുഴുവൻ അവിടെ ചുവന്നു, മുഖം മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ അക്ഷസി ഏരകാം കടകൃത് യഥ, നിസ്സാരമായിട്ടാണ് ഈ മഹാ ഊർജിതനായിട്ടുള്ള ദൈത്യന്മാരുടെ ഇന്ദ്രനായിട്ടുള്ള ഈ ഹിരണ്യകശിപുവിനെ വധിച്ചത്. ചതുർദശം നാരസിംഹം ബിഭ്രദ്ദൈത്യേന്ദ്രമൂർജിതം ദദാര കരചൈർവക്ഷസ്യേരകാം കടകൃദ്യഥാം. ചതുർദശം നാരസിംഹം ബിഭ്രദ് ദൈത്യ ഇന്ദ്രം ഊർജിതം ദദാര കരജൈഹി വക്ഷസി ഏരകാം കടകൃത് യഥാ. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചിലത് നമ്മളിങ്ങനെ കൂട്ടിച്ചേർക്കണം. ഇങ്ങനെ 18ാമത്തെ ശ്ലോകം. ഇപ്പോൾ നമ്മൾ 3 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത്, 16, 17, 18. അത് 8ാമത്തെ ഭാഗമായിട്ട് 3ാമത്തെ അധ്യായം പ്രഥമ സ്കന്ധത്തിൽ 16, 17, 18. ഇനി അടുത്തതിൽ പറയാം. നാരായണ.